പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഘടനകളുടെ ആദ്യകാല രഹസ്യങ്ങളെക്കുറിച്ച് കോസ്മിക് ഡോൺ സെന്ററിലെ ഗവേഷകരുടെ പുതിയ കണ്ടെത്തലുകളിതാ. യൂണിവേഴ്സിറ്റി ഓഫ് കോപ്പൻഹേഗനിലെ കോസ്മിക് ഡോൺ സെന്ററിലെ യുവ ഗവേഷകരുടെ ഒരു ചെറിയ സംഘം വലിയ ഗാലക്സി ക്ലസ്റ്ററിന്റെ ആദ്യകാല പരിണാമത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിലൂടെ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ചരിത്രമാണ് ഏറ്റവും വലിയ ഘടനകൾക്കുള്ളതെന്ന് കണ്ടെത്തി. അപ്രതീക്ഷിതമായി ഉയർന്ന അളവിലുള്ള തണുത്ത ന്യൂട്രൽ ഹൈഡ്രജൻ വാതകമാണ് ഗവേഷകർ നിരീക്ഷിച്ചത്. ഇത് ക്ലസ്റ്ററിനുള്ളിൽ സജീവമായി നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും രൂപപ്പെടുത്തുന്നു. ഇത്രയും മുമ്പ് പ്രപഞ്ച ചരിത്രത്തിൽ ഇത്തരം വലിയ ക്ലസ്റ്ററുകളിൽ ഇത്രയധികം തണുത്ത ന്യൂട്രൽ ഹൈഡ്രജൻ വാതകം സജീവമായി നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപീകരിക്കുന്നത് മുമ്പ് കണ്ടിട്ടില്ല. കോസ്മിക് ഡോൺ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ കാസ്പർ ഹെയ്ൻസ് വിശദീകരിക്കുന്നത്, ഞങ്ങൾ നിരീക്ഷിച്ച ഗാലക്സി ക്ലസ്റ്ററിന്റെ ഘടന അസാധാരണമാണ്. അതിൽ വളരെയധികം പദാർത്ഥങ്ങളുണ്ട്. ഈ ഘടന ഇത്രയും വലുതായിരിക്കുന്നത് അല്പം നിഗൂഢമായിരുന്നു. എന്നാൽ ഈ വലിയ അളവിലുള്ള തണുത്ത ന്യൂട്രൽ വാതകം ഘടനയിലേക്ക് വീഴുന്നത് ഗാലക്സികളുടെ രൂപീകരണത്തിന് തീറ്റ നൽകുന്നു. എന്നാൽ ഇത്രയധികം ന്യൂട്രൽ ഹൈഡ്രജൻ വാതകം നിരീക്ഷിക്കുന്നത് പ്രപഞ്ചത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള നിലവിലുള്ള മോഡലുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതായിരുന്നു ഗവേഷകരെ കുഴപ്പിച്ചത്. ബിഗ് ബാങ് കഴിഞ്ഞ് ഏകദേശം 1 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഗാലക്സി ക്ലസ്റ്ററുകൾ വളരെ തിളക്കമുള്ളതായിരിക്കുമെന്നും വാതകം അയണീകരിക്കപ്പെടുമെന്നും അയണൈസ്ഡ് ആയിരുന്നു മുൻപ് അനുമാനിച്ചിരുന്നത്. എന്നാൽ തണുത്ത ന്യൂട്രൽ ഹൈഡ്രജൻ വാതകത്തിന്റെ ഈ വലിയ അളവ് ഈ മുൻധാരണയെ ചോദ്യം ചെയ്യുന്നു. വാതകം അതിന്റെ യഥാർത്ഥ പ്രകൃതിയിൽ നിന്ന് മാറിയിട്ടില്ല എന്നതിന്റെ സൂചനയാണിത്. പ്രപഞ്ച പരിണാമത്തിലെ അവസാനത്തെ ഘട്ടമെന്ന് കരുതിയിരുന്ന വലിയ തോതിലുള്ള അയണൈസേഷൻ, ലാർജ് സ്കെയിൽ അയണൈസേഷൻ എന്ന പ്രക്രിയയെക്കുറിച്ചുള്ള ധാരണകളെയാണ് ന്യൂട്രൽ വാതകത്തിന്റെ അളവ് വെല്ലുവിളിക്കുന്നത്. മുൻപ് അയണൈസേഷന് കാരണം തിളക്കമുള്ള ഗാലക്സി ക്ലസ്റ്ററുകളുടെ പോക്കറ്റുകളാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ നിലവിലെ മോഡലുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ അളവിൽ തണുത്ത ന്യൂട്രൽ ഹൈഡ്രജൻ വാതകം അവശേഷിക്കുന്നു. ഗവേഷകർ ഇപ്പോൾ മറ്റ് ഗാലക്സി ക്ലസ്റ്ററുകൾ നിരീക്ഷിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമാനമായ ഗാലക്സി ഘടനകൾ കണ്ടെത്തിയിട്ടുണ്ട്. മാസ്റ്റേഴ്സ് വിദ്യാർത്ഥിനിയായ ചാമില്ല ടർപ്പ് തന്റെ തീസിസ് പ്രോജക്റ്റിനായി ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വിവിധതരം ഗാലക്സി ക്ലസ്റ്ററുകൾ നിരീക്ഷിക്കുകയാണ്. തന്റെ ബാച്ചിലർ പ്രോജക്റ്റിലൂടെയാണ് ചാമില്ല ആദ്യമായി തണുത്ത ന്യൂട്രൽ വാതകത്തിന്റെ ഈ അമിത സാന്ദ്രത കണ്ടെത്തിയത്. തുടർ പഠനങ്ങൾ സ്വാഭാവികമായ അടുത്ത ഘട്ടമാണ്. ഗാലക്സികളുമായി ബന്ധപ്പെട്ട വാതകത്തെയും മുന്നിലുള്ള വാതകത്തെയും വേർതിരിക്കുന്നതിനുള്ള ഒരു രീതി ചാമില്ല വികസിപ്പിച്ചു. ഇത് വ്യക്തിഗത ഗാലക്സി ക്ലസ്റ്ററുകളുടെ പരിണാമത്തെ കൂടുതൽ കൃത്യമായി നിരീക്ഷിക്കാൻ സഹായിച്ചു. ഇവിടെ മറ്റൊരു ചോദ്യമുയരുന്നു. പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്ത് ഇത്രയധികം വലിയ ഘടനകൾ രൂപപ്പെടുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ആ ഘടനകളെ കാണുന്നില്ല. അവ എവിടേക്ക് പോയി? പ്രപഞ്ചത്തിന്റെ വികസന ചരിത്രത്തിൽ ഈ വലിയ ഘടനകൾ എവിടേക്ക് അപ്രത്യക്ഷമായി? കൂടുതൽ പഠനങ്ങളിലൂടെ ഈ രഹസ്യം കണ്ടെത്തേണ്ടതുണ്ട്. ഈ പുതിയ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങളിലൂടെ ഈ വിഷയത്തിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി.